അതായത് തെക്കൻ ജില്ലകളിൽ LDFിന്റെ മുന്നേറ്റമാണെങ്കിൽ മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ UDFിന് പഴയ പ്രതാപത്തിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഇടുക്കിയും പത്തനംതിട്ടയും ഉൾപ്പെടുന്നു എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. നഷ്ടപ്പെട്ട ഇടങ്ങളിൽ ഇപ്പോൾ കോട്ടയത്ത് പോലും ഇല്ലേ, കോട്ടയത്ത് കേരള കോൺഗ്രസ് എതിർചേരിയിലാണെങ്കിൽ പോലും UDFിന് അവിടെ നില മെച്ചപ്പെടുത്താൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആലപ്പുഴ പക്ഷേ LDFിന്റെ കൂടെ തന്നെയാണ്. അതേസമയത്ത് മലപ്പുറത്ത് വൻ മുന്നേറ്റമാണ്. നഗരസഭകളിൽ നിലമ്പൂർ ഒഴികെ എല്ലാ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അതുകൊണ്ട് തന്നെയാണ് UDFിന്റെ ടാലിയിൽ കൂടുതൽ നഗരസഭകൾ വരുന്നതിന് കാരണം മലപ്പുറത്തെ ഈ വലിയ മുന്നേറ്റമാണ്. കൂടുതൽ നഗരസഭകളും മലപ്പുറത്തുണ്ട്. അതുപോലെ തന്നെ എറണാകുളത്തും 14 നഗരസഭകളുള്ളതാണ്. അവിടെയും ലീഡ് ചെയ്യുന്നത്, കൂടുതൽ നഗരസഭകളിലും ലീഡ് ചെയ്യുന്നത് UDF ആണ്. അങ്ങനെ പത്തനംതിട്ടയിലെയും എറണാകുളത്തെയും മലപ്പുറത്തെയും കണക്കുകൾ വെച്ചാണ് UDFിന് ഈ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് നഗരസഭകളിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് ലീഡ് വീണ്ടും ഉയർത്തിയിരിക്കുകയാണ്. 20ലേക്ക് കടന്നിരിക്കുകയാണ് BJP. 20-14 എന്നുള്ളതാണ്. LDFിന് 14 സീറ്റുകൾ. സജിത്ത്, ഒരു ഭരണം പിടിക്കുകയാണോ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP? ഇതൊരു ട്രെൻഡ് സൂചനയായി തന്നെ കരുതേണ്ടി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. NDA എന്തായാലും ഒരു പിന്നോട്ട് പോക്കും നടത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മുന്നോട്ട് തന്നെ എന്നതാണ് സാഹചര്യം. ഇനി കൂടുതൽ ഇടങ്ങളിലെ റിസൾട്ട് വരുമ്പോൾ മാറ്റമുണ്ടാകുമോ, ഏതെങ്കിലും പോക്കറ്റുകളിൽ അത്തരം പ്രതിഫലനം ഉണ്ടാകുമോ എന്നത് പ്രകടമാണ്. അത് അറിയേണ്ടി വരും. UDF കാര്യമായ ചലനം ഉണ്ടാക്കിയിട്ടില്ല പ്രതീക്ഷിച്ചതുപോലെ എന്നതുകൂടിയാണ് സാഹചര്യം. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDFിന് വലിയ മുന്നേറ്റം എന്നതാണ് നിലവിൽ മനസ്സിലാവുന്ന പുറത്തു വരുന്ന ചില ചിത്രം. അത് ഒരുപക്ഷെ അന്തിമ ചിത്രമല്ല, അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമാനമായുള്ള വോട്ടെണ്ണൽ പ്രക്രിയ അതിൻ്റെ അകത്ത് വേണ്ടി വരും. കൂടുതൽ ഇടങ്ങൾ കൗണ്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് കാത്തിരിക്കേണ്ടി വരും. എന്തായാലും മറ്റിടങ്ങളിലെ കൃത്യമായ ചിത്രം പുറത്തു വരുമ്പോൾ തെക്കൻ കേരളത്തിൽ കൊല്ലവും തിരുവനന്തപുരവും ഇടതുപക്ഷത്തിനൊപ്പം തന്നെ മധ്യ കേരളത്തിൽ UDFിൻ്റെ തിരിച്ചുവരവിൻ്റെ സൂചനകൾ ഉണ്ട്. വടക്കൻ കേരളത്തിലേക്ക് പോകുമ്പോൾ മലപ്പുറം ജില്ല UDFിനൊപ്പം തന്നെ മറ്റിടങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളും കാണുന്നു. കാസർഗോഡ് ജില്ലയിൽ UDFിൻ്റെ ശക്തമായ ചില മുന്നേറ്റങ്ങളും പ്രകടമായിട്ടുണ്ട് എന്നതുകൂടിയാണ് പൊതുവിലുള്ള സാഹചര്യം. കണക്കുകൾ പൂർണ്ണമല്ല, നമുക്കറിയേണ്ടി വരും അന്തിമ കണക്കെടുപ്പ്. എന്തായാലും കൃത്യമായ നീക്കം. പാലാ നഗരസഭയിൽ അതിശക്തമായ മത്സരമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന, കേരള കോൺഗ്രസ് എമ്മിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന പാലാ നഗരസഭയിൽ ഇത്തവണ UDF പ്രതീക്ഷിച്ചതുപോലെ അതിശക്തമായ മത്സര സാധ്യതകൾ നിൽക്കുന്നു. അവിടെ വലിയ രീതിയിൽ പോകുന്നു. പെരിങ്ങോട്ടുകുറിശ്ശിയിൽ AV ഗോപിനാഥ് തോറ്റു എന്ന ചില കണക്കുകൾ കൂടി വരുന്നുണ്ട്. അത് വ്യക്തത വരേണ്ടി വരും. AV ഗോപിനാഥ് തോറ്റെങ്കിൽ അത് ഇടതു പിന്തുണയിൽ അദ്ദേഹം പെരിങ്ങോട്ടുകുറിശ്ശിയിൽ മുൻ കോൺഗ്രസ് നേതാവ് മത്സരിച്ച ഇടമാണ്. അവിടെ AV ഗോപിനാഥ് തോറ്റു എന്ന കണക്കുകൾ വരുന്നു എന്നുകൂടി മനസ്സിലാക്കുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ആ നീക്കം. അത് കണക്കുകൾ നമുക്ക് പാലക്കാട് നിന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. തൃശ്ശൂരിൽ UDFിൻ്റെ മുന്നേറ്റമുണ്ടാവുന്നു. തൃശ്ശൂർ കോർപ്പറേഷനിൽ സംഭവിക്കുന്നതാണ്. ഒപ്പം ജില്ലാ പഞ്ചായത്തുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. UDF അവിടെ പരമ്പരാഗത മേഖലകളിൽ ജില്ലാ പഞ്ചായത്തുകളിൽ പ്രകടമാണ്. അത് ഇടതുപക്ഷത്തിന് വലിയ ആധിപത്യമുണ്ടായിരുന്ന ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഇത്തവണ UDF അവരുടെ സ്പേസിലേക്ക് തിരികെ കയറി വരുന്നു എന്നുകൂടിയാണ്. കോർപ്പറേഷനിലെ കണക്ക് നോക്കുകയാണെങ്കിൽ കൊല്ലത്തും കണ്ണൂരിലും, കൊല്ലത്തും കോഴിക്കോടും LDFിന്റെ മുന്നേറ്റം തന്നെയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെ കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം. തിരുവനന്തപുരത്ത് ഇപ്പോഴും BJPയുടെ മുന്നേറ്റമാണ്. 20 എന്നായിരിക്കുകയാണ്. 20-12 എന്നുള്ളതാണ്. കൊല്ലത്ത് ഏകപക്ഷീയമായ മുന്നേറ്റമാണ് LDFിന്റെ. കൊച്ചിയിൽ ഇപ്പോൾ LDFിന്റെ ലീഡാണ് കാണുന്നത്. UDFിന് 15. കൊച്ചി കോർപ്പറേഷൻ LDF നിലനിർത്തുന്നു എന്ന രീതിയിലാണ്. തൃശ്ശൂരിൽ പക്ഷേ UDFിന്റെ മുന്നേറ്റമാണ്. തൃശ്ശൂർ തിരിച്ചു പിടിക്കുന്നു. കോഴിക്കോട് LDFിന്റെ മുന്നേറ്റം കോർപ്പറേഷനിൽ. കണ്ണൂരിൽ UDFും LDFും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു. എന്തായാലും കോർപ്പറേഷനുകളിൽ LDF കൊല്ലവും കോഴിക്കോടും ഉറപ്പിച്ചു. UDFും LDFും തമ്മിലുള്ള പോരാട്ടം നടക്കുന്നു കണ്ണൂരിലും തൃശ്ശൂരിലും കൊച്ചിയിലും. അതേസമയം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും NDA BJP വലിയ മുന്നേറ്റത്തിലേക്ക് പോവുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. തിരുവനന്തപുരത്ത് NDAയുടെ ലീഡ് ഇപ്പോഴും, അതേസമയം കൊച്ചിയിൽ LDF ലീഡ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അല്ലേ? അതാണ് ചിത്രം. എന്തായാലും എറണാകുളത്ത്, കൊച്ചി, തിരുവനന്തപുരം നഗരസഭയിൽ, കോർപ്പറേഷനിൽ ഭരണമാറ്റത്തിൻ്റെ കൃത്യമായ സൂചനകളുണ്ട്. അവകാശപ്പെടുന്നത് പോലെ BJP NDA ശക്തമായ മുന്നേറ്റം നടത്തുന്നു എന്ന സൂചനകളാണ് പൊതുവിൽ പുറത്തു വരുന്നത്. അത് ഈ ട്രെൻഡ് പ്രകടമാവുകയാണെങ്കിൽ ഉറപ്പാണ് തിരുവനന്തപുരം നഗരസഭാ ഭരണം അവരവകാശപ്പെടുന്നത് പോലെ NDA പിടിക്കാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ആ രീതിയിൽ ട്രെൻഡ് പോകുന്നു. കൊല്ലത്ത് മാറ്റമില്ല, ഇടത് മുന്നേറ്റം തന്നെ.
അതേസമയം കൊച്ചിയിൽ ഇപ്പോൾ LDFിന്റെ ലീഡ് വരുന്നു, 26-15 എന്ന ചിത്രത്തിലേക്ക് മാറുന്നു. തൃശ്ശൂരിൽ UDF തന്നെ, UDFിന്റെ വലിയ തിരിച്ചുവരവാണ് UDF തൃശ്ശൂരിൽ പ്രകടമാക്കുന്നത്. കോഴിക്കോട് LDF തന്നെ കോർപ്പറേഷൻ ഫലമാണ് പറയുന്നത്. കണ്ണൂരിൽ ഇഞ്ചോടിഞ്ച് UDF ആണ് നേരിയ മുൻകൈ കണ്ണൂരിൽ UDFിനുള്ളത്. ഇതാണ് കോർപ്പറേഷനുകളുടെ ചിത്രം. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് തന്നെ നമ്മുടെ ശ്രദ്ധ വരികയാണെങ്കിൽ അവിടെ ഇപ്പോഴും BJPയുടെ മുന്നേറ്റം തന്നെയാണ്. അവിടെ 51 എന്നുള്ളതാണ് അല്ലെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 100 സീറ്റിലാണ് ഇപ്പോൾ മത്സരം നടന്നത്. 101 സീറ്റുണ്ട്, ഒരു സീറ്റിൽ നടന്നില്ല. അങ്ങനെയാണെങ്കിൽ 51 കേവല ഭൂരിപക്ഷം. ഒറ്റയ്ക്ക് ഭരിക്കണമെങ്കിൽ BJPക്ക് ഈ 51 സീറ്റുകളിലും ജയിക്കണം എന്നുള്ളതാണ് ചിത്രം. അവിടെയാണ് ഇപ്പോൾ 20 സീറ്റുകളിൽ ജയിച്ചിരിക്കുന്നത് BJP എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു സ്വതന്ത്രന്റെ വിജയം പോലും അവിടെ അതിനിർണായകമായി മാറുമെന്നുള്ളതാണ്. ഇപ്പോൾ കണ്ണമ്മൂല എന്നുള്ള വാർഡിൽ, നഗരഹൃദയത്തിലുള്ള കണ്ണമ്മൂല വാർഡിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പാറ്റൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹം ജയിച്ചു എന്നുള്ളതാണ്. അതിൽ ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ജയിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്നത്. അതായത് ഒരു സ്വതന്ത്രന്റെ മുന്നേറ്റം പോലും അതിനിർണായകമായി മാറുന്ന ഒന്നാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ലീഡ് നില വരുമ്പോൾ 20 സീറ്റുകളിലായിട്ട് ഇപ്പോൾ BJPയുടെ ലീഡാണ് വരുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു സ്വതന്ത്രൻ പോലും അവിടെ അതിനിർണായകമായി മാറും എന്നുള്ളതാണ്. അതിപ്പോൾ കണ്ണമ്മൂല വാർഡിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി പോലും ജയിച്ചിട്ടുണ്ട്, പാറ്റൂർ രാധാകൃഷ്ണൻ. അദ്ദേഹമാണ് കണ്ണമ്മൂലയിൽ നിന്ന് ജയിച്ചത്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു സീറ്റിൽ സ്വതന്ത്രനാണ്. അതേസമയം 20 സീറ്റുകളിൽ ഇപ്പോഴും NDA ആണ്. LDF 14 സീറ്റുകളിൽ ഇപ്പോഴും ഇഞ്ചോടിഞ്ച് പോരാട്ടമുണ്ട്. എങ്കിൽ പോലും കൂടുതലും നഗരഹൃദയങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് NDAയുടെ ശക്തി കേന്ദ്രങ്ങൾ. അതേസമയം തന്നെ UDFിനും ചില പോക്കറ്റുകളുണ്ട്. ഇപ്പോൾ നാലാഞ്ചിറ പോലെയുള്ള സ്ഥലങ്ങളിൽ UDF പ്രതീക്ഷിക്കുന്ന 20 സീറ്റാണ്. കഴിഞ്ഞ തവണ 10 സീറ്റ് തിരുവനന്തപുരത്ത് UDFിന് കിട്ടിയിരുന്നു. അതെങ്കിലും UDFിന് കിട്ടിയാൽ ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു പാർട്ടിയും ഒരു മുന്നണിയും വരില്ല എന്ന് കണക്കാക്കാം. അവിടെ ഓരോ സീറ്റും അതിനിർണായകമായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാറുന്നു. 20 BJP, 14 LDF, UDF 6, അതേസമയം ഒരു സ്വതന്ത്രനും കൂടിയുണ്ട് അല്ലേ? അതാണ് ചിത്രം. നമുക്ക് വേഗത്തിൽ മറ്റ് ചെങ്ങന്നൂരിൽ NDAയുടെ വലിയ ലീഡ് നില ഉണ്ടാവുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിൽ നിലവിൽ LDF UDF ഒപ്പത്തിനൊപ്പമാണ്. NDA ഒരിടത്ത് ലീഡ് ചെയ്യുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പള്ളിക്കൽ ഡിവിഷനിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ലീഡ് ചെയ്യുന്നു എന്നതാണ്. CPI വിട്ട് കോൺഗ്രസിൽ ചേർന്ന വലിയ വിവാദമുണ്ടാക്കിയ ആ രാഷ്ട്രീയ നീക്കം ശ്രീനാദേവി കുഞ്ഞമ്മ എന്തായാലും UDFിനൊപ്പം നിന്ന് വാർഡ് ലീഡ് ചെയ്യുന്നു എന്നതാണ്. തിരൂർ നഗരസഭയിൽ 9 വാർഡുകളിൽ UDF വിജയിച്ചു, 2 വാർഡുകളിൽ LDF എന്നതാണ് ചിത്രം വരുന്നത്. ഇതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിലെ പൊതുചിത്രം കൂടി നമുക്ക് വേഗത്തിൽ കണ്ണൂർ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റിയിൽ BJPക്ക് ഒരു സീറ്റ് എന്നുള്ളതാണ്. രമിത K BJP ജയിച്ചു എന്നുള്ളതാണ് അല്ലെ? കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിൽ BJPക്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കുകയാണ്. അക്കൗണ്ട് തുറന്നു, BJPയുടെ അക്കൗണ്ട് തുറന്നു കണ്ണൂർ കൂത്തുപറമ്പ് നഗരസഭയിൽ എന്നുള്ള കാര്യമാണ്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോൾ ഒപ്പത്തിനൊപ്പം മുന്നേറ്റം എന്ന് പറയാം അല്ലെ? 7 എന്നുള്ളതായിട്ടുണ്ട്. അതെ ചിത്രം. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് ഇത്തവണ വോട്ടിംഗ് ശതമാനത്തിൽ വർധനവ് മാത്രമല്ല, NDA കൂടുതൽ സീറ്റുകളിലേക്ക്, കൂടുതൽ വാർഡുകളിലേക്ക്, കൂടുതൽ നഗരസഭാ വാർഡുകളിലേക്ക് മറ്റും അവർ പറന്നു കയറിയിട്ടുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്തിലൊക്കെ അക്കൗണ്ട് തുറക്കൽ പോലെയുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന കാര്യം കൂടിയാണ് പ്രകടമാവേണ്ടത്. എന്തായാലും ജില്ലാ പഞ്ചായത്തുകളിലടക്കം ഈ തരത്തിലുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് BJP മുന്നേറ്റത്തിന്. ഷൊർണൂരിൽ BJPക്ക് ജയം. 9 വാർഡുകളിൽ ഷൊർണൂരിൽ BJPയുടെ ജയമാണ്. ഷൊർണൂർ നഗരസഭയിൽ 9 വാർഡുകളിൽ BJP ജയിച്ചു. 7 വാർഡുകളിൽ LDF, 2 വാർഡുകളിൽ UDF എന്നുള്ളതാണ്. ഷൊർണൂരിലും BJP ജയിച്ചിരിക്കുന്നു. ചെങ്ങന്നൂരിൽ നിർണായക ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരത്ത് ഇപ്പോഴും ആ ലീഡ് BJPക്കാണ്. 21 കൂടിയിരിക്കുന്നു. 16 LDF എന്നുള്ളതാണ്. 21-16. അതേസമയം UDFന് 6 മാത്രമാണ് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ വരികയാണെങ്കിൽ തിരുവനന്തപുരത്ത് വ്യക്തമായ ലീഡിലേക്ക് BJP പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കുവാനുള്ള നീക്കത്തിൽ BJP ഓരോ ഇഞ്ചും മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. അതേസമയം തൃശ്ശൂരിൽ ആ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. തൃശ്ശൂരിൽ ഇപ്പോഴും UDFും LDFും തമ്മിലുള്ള പോരാട്ടം. കണ്ണൂരിൽ LDF UDF പോരാട്ടം ഇപ്പോഴും തുടരുകയാണ്. അതേസമയം കൊല്ലത്ത് ഏകപക്ഷീയമായി തന്നെ LDFിന്റെ മുന്നേറ്റം കാണുന്നു. തിരുവനന്തപുരത്ത് തന്നെയാണ് ശ്രദ്ധ. NDA 21, UDF 8 കയറിയിരിക്കുന്നു. 16 LDF. കൊല്ലത്ത് 28
28 ഇപ്പോഴും LDF-ന്റെ പക്കലുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ LDF-ന്റെ മുന്നേറ്റമാണ്. UDF 18, NDA 7 എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു. തൃശ്ശൂരിൽ ഇപ്പോഴും UDF-ന്റെ മുന്നേറ്റമാണ്. തൃശ്ശൂരിൽ മാറുവാനുള്ള സാധ്യത കാണുന്നില്ല. അവിടെ LDF-ന് ഭരണ തുടർച്ച സാധിക്കുന്നില്ല എന്നതിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 28 സീറ്റുകൾ നേടിയാൽ 29 സീറ്റുകൾ നേടിയാൽ അവിടെ ഭരണം ഉറപ്പിക്കാൻ കഴിയും. അതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. 24 അങ്ങനെ UDF തൃശ്ശൂർ പിടിക്കുവാനുള്ള ഒരു അന്തിമ ശ്രമത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്താകട്ടെ തിരിച്ചാണ്. കൊല്ലത്ത് LDF ഭരണം ഉറപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോടും LDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. തൃശ്ശൂരിൽ പക്ഷേ ഇനി 5 സീറ്റുകളിൽ കൂടി ജയിച്ചാൽ UDF-ന് ഭരണം ഉറപ്പിക്കാൻ കഴിയും. കോർപ്പറേഷനിൽ ഇവിടെ കോഴിക്കോട് പക്ഷേ LDF ഇനി വിജയത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇനി കേവല ഭൂരിപക്ഷത്തേക്കാൾ എത്ര സീറ്റുകൾ കൂടുതൽ കിട്ടും എന്നുള്ളത് അറിയാനുള്ള കൂത്തുപറമ്പിൽ അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് BJP. കണ്ണൂർ കോർപ്പറേഷനിൽ ഒപ്പത്തിനൊപ്പമായ മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തുകളിൽ ഇപ്പോഴും പഴയ നില തന്നെ തുടരുന്നു. തൃശ്ശൂരിൽ ഇപ്പോഴും LDF-ന്റെ ലീഡുണ്ട്. തിരുവനന്തപുരത്തും കൊല്ലത്തും LDF-ന്റെ ലീഡുണ്ട്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF ലീഡ് തിരികെ പിടിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലാ പഞ്ചായത്തിൽ UDF-ന്റെ ലീഡ്. കണ്ണൂരിൽ LDF, വയനാട് UDF ആണ് ലീഡ് നേടുന്നത്. കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര ഡിവിഷനിൽ NDA-യുടെ വിജയമാണ്. BJP ആണ് ജയിച്ചിരിക്കുന്നത്. ഷിജി പ്രമോദ് കൊല്ലം കോർപ്പറേഷൻ ശക്തികുളങ്ങര ഡിവിഷനിൽ ജയിച്ചു. തലശ്ശേരി നഗരസഭയിൽ ആദ്യ ജയം LDF-ന് തന്നെയാണ്. കണ്ണൂർ കോർപ്പറേഷൻ 2 ഇടങ്ങളിൽ BJP ജയിച്ചിട്ടുണ്ട്. 2 ഇടങ്ങളിൽ BJP കണ്ണൂർ കോർപ്പറേഷനിൽ ജയിച്ചു. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ നില വളരെയധികം മെച്ചപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട് BJP-ക്ക് എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിക്കുവാനുള്ള കുതിപ്പിലാണ് ഇപ്പോൾ BJP. 21 സീറ്റുകളിൽ ഇപ്പോഴും BJP ലീഡല്ല, അവർ ജയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇത് കൂടുതലും ജയിച്ച നില തന്നെയാണ് വരുന്നത്. കാരണം വളരെ കുറച്ച് വോട്ടുകൾ മാത്രമാണ് ഉള്ളത്. അതുകൊണ്ട്